അപ്പോൾ ഈ കാണുന്ന ഈ രണ്ട് പാനലിലാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും എല്ലാം വർക്കാവുന്നത്. ഈ കാണുന്ന ഈ ഒരു പാനലാണ്, ഈ കാണുന്ന ഈ ഒരു വലിയ പാനലാണ് ഒരു 100 വാൾട്ടിൻ്റെയാണ്, 12 വോൾട്ടും 100 വാൾട്ടിൻ്റെയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ചെറിയ പാനലാണ് 12 വോൾട്ടും 20 വാൾട്ടിൻ്റെ പാനലാണ്. അപ്പോൾ ഈ രണ്ട് പാനലാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റുകളും ഫാനുകളും എല്ലാം വർക്കാവുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചാർജ് കൺട്രോളാണ് ഈ കാണുന്നത്. ഇതൊരു 12 വോൾട്ടും 30 ആംപിയറിന്റെ ഒരു ചാർജ് കൺട്രോളാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ അതിപ്പോ ഒരു 12.6 വോൾട്ടോളം ചാർജ് ഇപ്പൊ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന മെയിൻ ആണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു 12 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററി ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു 12 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററി ആണ്. ഫുൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പണിയാവും. ഇതെല്ലാം പിന്നെ ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റ് എല്ലാം തെളിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അടുക്കളയിലും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന സ്ട്രിപ്പ് LED ആണ്. നല്ല അടിപൊളി വെട്ടമാണ്. അതുപോലെ തന്നെ ഇത് ലളിതയാണ്. കണ്ടോ, നമ്മൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മളിവിടെ സോളാറും ചാർജ് കൺട്രോൾ എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സോളാറിൽ നിന്ന് വരുന്ന വെട്ടമാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല. ഞാനിപ്പോൾ ഇതേപോണക്കുള്ള ഒരു സോളാർ സിസ്റ്റം ചെയ്ത് എടുത്തിട്ട് തന്നെ ഇപ്പം 2 വർഷത്തിന് മേളിലായി. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സോളാർ പാനൽ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ആദ്യം വെച്ചത് ഡാഷ് ബാറ്ററി ആയിരുന്നു. അതാണ് പെട്ടെന്ന് കംപ്ലൈന്റ് വരും. കൂടി വന്നാൽ ഒരു 6 മാസമൊക്കെ നിൽക്കത്തുള്ളായിരുന്നു. ഇപ്പം ഈ കാണുന്ന പോലെ നമ്മൾ മറ്റേ ലിഥിയം ബാറ്ററി വെച്ച പിന്നെ നമുക്ക് ഏകദേശം ബാക്കപ്പ് നേരം വിളിക്കണം വരെ ഈ ഒരു 4 LED ബൾബ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.